ഈ സ്വീകരണ യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് MD ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ആദ്യമായാണ് നമ്മുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കടന്നു വരുന്നത്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഷെ പോലെ തന്നെ നമ്മുടെ നേതാക്കന്മാർ ഒട്ടുവളരെ പേരുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് CS സുജാത ഇവിടെ കുറച്ച് ദിവസമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സഹായിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. ഇവിടെ സന്നിഹിതയാണ്. നമ്മുടെ വടക്കാഞ്ചേരി MLA സേവിയർ ചിറ്റിലപ്പള്ളി ഇവിടെയുണ്ട്. നേതാക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട്. ഞാൻ ഈ യോഗത്തിൽ ഒരു നീണ്ട വോട്ടഭ്യർത്ഥന പ്രസംഗത്തിലേക്ക് ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം LDFനെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുമല്ല LDF നേതാക്കന്മാർ വിശദമായി പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കൈപ്പിരി എനിക്ക് ചിരപരിചിതമായ പ്രദേശമാണ് കൈപ്പിരി. നിങ്ങൾക്കറിയാം, ഇവിടെ അപ്പുറം തിരുവോണ്ടകഴിഞ്ഞ പാതാളപ്പുറമാണ് എൻ്റെ ജന്മനാട്. ഈ എരുമോണ്ട സ്കൂളിലാണ് എൻ്റെ സഹോദരി പഠിച്ചത്. ഈ ചുപ്പത്ര കോളേജിലാണ് ഞാൻ പഠിച്ചത്. അതൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എത്രയോ തവണ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയുടെ പൈലറ്റ് വാഹനത്തിൽ പ്രസംഗിക്കാനും പല കാരണ ജാഥകളിലും പ്രചരണ ജാഥകളിലും പ്രസംഗിക്കാനും പൊതുയോഗത്തിൽ പ്രസംഗിക്കാനും ഒടുവിൽ ഈ പാർട്ടി ഓഫീസോട് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ ഈ കൈത്തരിയിൽ വന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ ഈ പര്യടന പരിപാടിയിലെ പങ്കാളിത്തം എല്ലാ പ്രതീക്ഷകളെയും പ്രവർത്തിക്കുന്ന നമ്മുടെ നാട് മഹത്തായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് തെളിയിക്കുന്ന വലിയ പങ്കാളിത്തവും ആവേശവും ആണ് ഇവിടെ ഉയർന്നു പോകുന്നത്. ഇതുവരെ പിന്നിട്ട സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ആ പ്രതീക്ഷയേക്കാൾ വലിയ ഐക്യദാർഢ്യവും പിന്തുണയും ഈ പര്യടനത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് വലിയ രൂപത്തിൽ മാറുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. അത് ചുറ്റിക്കരിവാ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്നല്ല. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നവരെല്ലാം LDFനെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയ, വോട്ട് ചെയ്യാൻ ഉറപ്പിച്ച, അതിനുവേണ്ടി LDF വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുമുള്ളവർ, നിങ്ങളുടെ അയൽപക്കക്കാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവരോടും നമ്മുടെ കേരളം ഒരു നവകേരളമായി രൂപപ്പെടുത്തുന്നതിന്, നിലമ്പൂർ കൂടുതൽ വികസനോന്മുഖമായ ഒരു നാടാക്കി മാറ്റുന്നതിനൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് നിങ്ങൾ അവരോട് അഭ്യർത്ഥിക്കണം. അവരോട് സ്നേഹപൂർവ്വം അവരെ അതിന് പ്രേരിപ്പിക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതിന്റെ പ്രാധാന്യം നിലമ്പൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. കേരളം വലിയൊരു മാറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഞാനത് വിശദീകരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ട് 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. അത് 2500 വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് അത് കൈക്കൂലിയാണ് എന്നാണ്. ഇതാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം. 60 ലക്ഷം മനുഷ്യർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവരുടെ ക്ഷേമ പെൻഷൻ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് കൈക്കൂലിയാണെന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുന്നു. ഇത് ജനങ്ങളുടെ മുൻപാകെയുണ്ട്. പെൻഷൻ കൊടുക്കുന്നത് മാത്രമല്ല, വീടില്ലാത്തവർക്ക് വീട്, ലൈഫിൽ 5 ലക്ഷം വീട്, പള്ളിക്കൂടങ്ങളെല്ലാം നവീകരിക്കപ്പെട്ടു. ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം എത്തി. പണ്ട് പരീക്ഷയായപ്പോഴും പുസ്തകം എത്താത്ത കാലം ഓർമ്മയുള്ളൂ. ആശുപത്രികൾ നവീകരിക്കപ്പെട്ടു. വലിയ രൂപത്തിലുള്ള സൗകര്യങ്ങൾ വന്നു. പവർ കട്ടില്ലാതായി, നീട്ടുന്നില്ല. ഈ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമാണ് നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കുന്നത്. നിലമ്പൂരിനെയും 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു വ്യവസായശാല പോലും നിലമ്പൂരിലില്ല. ആ കുറവുകൾ പരിഹരിച്ച് നിലമ്പൂരിനെയും ഒരു വികസിത നിലമ്പൂരാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നല്ല ഒരു കേരളം, കൂടുതൽ നല്ല ഒരു നിലമ്പൂർ ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെല്ലാവരും ഇന്നു മുതൽ ഒരാഴ്ചക്കാലം മറ്റുള്ളവരോടെല്ലാം
വോട്ട് അഭ്യർത്ഥിച്ച് ഇടതുപക്ഷ വിജയം ഉറപ്പാക്കണം. ആ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഏറ്റില്ലേ? അപ്പൊ നമുക്കങ്ങ് ഒത്തുപിടിച്ച് ഇറങ്ങിക്കളയാം. സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നാണ് പറയാറ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത സ്ഥാനാർത്ഥി മാത്രം മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പല്ല ഇത്. മറിച്ച് നമ്മളെല്ലാവരും ചേർന്ന് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കണക്കാക്കണം. നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം, ഈ നാടിനു വേണ്ടി ഒരുമിച്ച് ജയിക്കാം എന്നാശിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സ്നേഹനിർഭരവും ആവേശോജ്ജലവുമായ ഈ ചരിത്ര സ്വീകരണത്തിന് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.